ലൈഫിൽ ഡിസിപ്ലിൻ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മനുഷ്യർ എല്ലാ ദിവസവും ഒരു കാര്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ചിലരൊക്കെ ഡിസിപ്ലിൻ എന്നതിന് ചില തെറ്റായ വാക്യങ്ങൾ വെക്കുന്നവരുണ്ട്. ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുക എന്നതിലല്ല കാര്യം. ഒരു റിസൾട്ടും ഇല്ലാതെ, അതിനില്ലാതെ, ഒരു മോട്ടിവേഷനും ഇല്ലാതെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങൾക്ക് ഡിസിപ്ലിന്റെ ഫലം ഉണ്ടാവുകയുള്ളൂ. കാരണം ചില മനുഷ്യര് ഒരു മോട്ടിവേഷൻ കിട്ടുമ്പോൾ കുറച്ച് ഡിസിപ്ലിൻ ആവും. അല്ലെങ്കിൽ എന്തെങ്കിലും റിസൾട്ട് കിട്ടുമ്പോൾ അത് കുറച്ച് ഡിസിപ്ലിൻ ആവും. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾക്ക് ഒരു റിസൾട്ടും ഇല്ല, ഒരു മോട്ടിവേഷനും ഇല്ല, നിങ്ങൾ ചെയ്ത ആക്ഷന് ഒരു റിസൾട്ടും ഇല്ല, സീറോയിൽ നിൽക്കുമ്പോഴും നിങ്ങൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ഡിസിപ്ലിൻ അർത്ഥമുള്ളതാവുന്നത്. ഈ ചൈനീസ് മുളയെ കേട്ടിട്ടുണ്ടോ? ചൈനീസ് മുള വിത്തിട്ടതിന് ശേഷം അതിനെ 4 വർഷം വളരെ നല്ല രീതിയിൽ പരിചരിക്കണം. വളമിടണം, വെള്ളമൊഴിക്കണം, ആവശ്യമുള്ള പരിപാലനങ്ങളൊക്കെ നൽകണം. പക്ഷേ 4 വർഷം വരെ അതിന്റെ ഒരു തരി പോലും ഭൂമിയുടെ പുറത്തേക്ക് കാണില്ല. അപ്പോഴും നമ്മൾ ഇത് പരിപാലിച്ചു കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അത് വളരില്ല. അതിനുശേഷം 4 വർഷത്തിന് ശേഷം അടുത്ത 6 ആഴ്ച കൊണ്ട് അത് 90 മീറ്റർ ഉയരത്തിലേക്ക് വളരും. അതാണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്. നമ്മുടെ ലൈഫിലെ ഡ്രീംസിനെ അതിങ്ങനെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടേയിരിക്കണം. അത് ഈ ചൈനീസ് മുള കണക്കെ ഭൂമിക്കടിയിലിട്ട് അതിങ്ങനെ പരിപാലിച്ച് വെള്ളം വളവും നൽകി ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടേയിരിക്കണം. അതിന്റെ സക്സസ് അതെപ്പോഴും ലാസ്റ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുവരെ നമ്മൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത്രയും ഡിസിപ്ലിൻ ആയിരിക്കണം നമ്മൾ. ഈ ഭൂമി ലോകത്തുള്ള ഒരു പ്രശ്നം, മനുഷ്യർക്ക് ചില ആൾക്ക് നല്ല കഴിവുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. പക്ഷെ അവരെക്കാൾ ഉയരത്തിൽ എത്തുന്നത് നല്ല ഡിസിപ്ലിൻ ഉള്ള മനുഷ്യരായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ പറയുന്ന ആ കഥയില്ലേ, ഒരു ആമയും മുയലും ഓട്ട മത്സരം നടത്തി, അതിൽ ആമ വിജയിക്കുകയുണ്ടായി എന്നത്. അത് മുയലിന് സ്പീഡ് ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അതെന്തായി, മടുത്തു, അതവിടെ നിർത്തി. പക്ഷെ ആമ എന്താക്കി, ഡിസിപ്ലിനോട് കൂടെ ചെയ്തപ്പോൾ ലക്ഷ്യത്തിലെത്തി. അവിടെയാണ് സക്സസ്. ഡിസിപ്ലിനോട് കൂടെ എനിക്ക് കഴിവില്ല, എനിക്ക് ചെയ്യാനാവില്ല എന്നും വിചാരിക്കരുത്. അതിന്റെ എന്തെങ്കിലും ഒരംശം നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഡിസിപ്ലിനോട് കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. വൺ ഡേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഡിസിപ്ലിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം മോട്ടിവേഷനും ഇല്ല, റിസൾട്ടും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ അത് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അതായിരിക്കണം ഡിസിപ്ലിൻ.